ഹായ്, ഹലോ. പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്നൊക്കെ പറയും. ഇവിടെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്, ചിലർ കടച്ചക്ക എന്ന് പറയും. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചൊരു കറി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ, ലൈക്കും ഷെയറും കമൻറ്റും തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ശീമച്ചക്കയെ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊരു കറയുണ്ട്, കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് ചെത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അരിഞ്ഞു വെച്ച കടച്ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുപ്പിലേക്ക് വേകാൻ വയ്ക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുക്കാൻ വയ്ക്കാം. തേങ്ങ വറുക്കാൻ വെച്ചതിലേക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ നന്നായി വറുത്തെടുക്കാം. കടച്ചക്ക കറി വയ്ക്കുന്നത് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നതാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ തേങ്ങ പാകമായി തുടങ്ങി. തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയും 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി നമ്മൾ കടച്ചക്ക വേവിക്കാൻ വെച്ചതിൽ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. മുളക് പൊടിയുടെ കളർ കിട്ടാൻ വേണ്ടി ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒന്ന് നന്നായി പച്ചമണം മാറട്ടെ. ഈ പൊടിയുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കടച്ചക്ക വെന്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് തേങ്ങ വറുത്തെടുത്ത് അതിൻ്റെ കൂടെ ഒരു കഷ്ണം പുളിയും കൂടെ വെച്ചിട്ട് അരച്ചെടുക്കാം. കടച്ചക്ക വെന്തു. ഇനി അതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയിട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
കടച്ചക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അരപ്പിന് തിളച്ച് പച്ചമണം മാറണം. അതുവരെ ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പ്രത്യേകം തിളച്ച് വറ്റിപ്പോവുകയാണെങ്കിൽ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, ശകലം കൂടെ വെള്ളം ചേർക്കാം. വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായി തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലോട്ട് കടുക് വറുത്തൊഴിക്കാനുള്ളത് ചേർക്കാം. അടച്ച് വയ്ക്കാം. തിളയ്ക്കുമ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലോട്ട് കടുക് വറുക്കാം. കടച്ചക്കക്കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ പാകത്തിന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി വെള്ളം വറ്റിക്കണ്ട. ഇത് വാങ്ങി വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കാം. നല്ല മണമുള്ള കറി, നല്ല രുചിയുണ്ട്. അപ്പോൾ വാങ്ങി വയ്ക്കാം. നമുക്കതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. കടുക് വറുക്കാൻ പാത്രത്തിലേക്ക് കടുക് വറുക്കാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് കൊടുക്കാം. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കടച്ചക്ക കറിയാണിത്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല കറിയാണ്. ചോറിനോടൊപ്പം ചൂടോടെ ഉപയോഗിക്കാം. മറ്റ് കപ്പയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ടാറ്റാ, ബൈ ബൈ.